എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസുമില്ല. പക്ഷേ ക്രിമിനൽ എന്നാണ് എന്നെ വിശേഷിപ്പിക്കുന്നത്. ഒരു ക്രിമിനൽ കേസുമില്ല. അപ്പോൾ ഈ നിൽക്കുന്ന സമാധാനത്തിന് തടസ്സം വരുന്ന, ആ അന്തരീക്ഷത്തിൽ ഒരു കാലുഷ്യം വരുന്ന, അസ്വസ്ഥത ഉളവാക്കുന്ന ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ണൂരിൻ്റെ വികസനം, കണ്ണൂരിൻ്റെ ജനങ്ങളുടെ ക്ഷേമം എല്ലാ അർത്ഥത്തിലും അത് മാനസികവും ബൗദ്ധികവുമായ വികസനം, അങ്ങനെയാണ് അതിനെ നമ്മൾ കാണേണ്ടത്. ഞാൻ ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് നേരത്തെ കമ്മ്യൂണിസ്റ്റ് ആശയത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ആ നിലയ്ക്ക് എൻ്റെ നേരെ ഒരു ആക്രമണം നടത്താൻ അത് മതിയായ കാരണമാണ്. അതെനിക്ക് CPIM നേതാക്കളോടും ആ ഒരു അഭ്യർത്ഥനയാണുള്ളത്. കൂടുതൽ അക്കാര്യങ്ങൾ ചികഞ്ഞെടുത്ത് സംസാരിക്കുന്നത് അവർക്കാണ് ദോഷം ചെയ്യുക. ശൈലജ ടീച്ചർ എൻ്റെ വീടിൻ്റെ പാലുകാച്ച് കർമ്മത്തിന് അതിഥിയായി വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവർക്കത് സാധിച്ചത്? പലരും വന്ന് എൻ്റെ കാൽക്കീഴിൽ ഇരുന്നുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് മാഷെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. നിയുക്ത രാജ്യസഭാ അംഗം C. സദാനന്ദൻ നമ്മുടെ കൂടെയുണ്ട്. മാഷെ നമസ്കാരം. നമസ്തേ. പിന്നെ പുതിയൊരു ഉത്തരവാദിത്തം താങ്കൾക്ക് ഈ ഒരു ചുമതല ലഭിച്ചപ്പോൾ ജില്ലയിലെ BJP പ്രവർത്തകരൊക്കെ വലിയ ആവേശത്തിലാണ്, പ്രതീക്ഷയിലാണ്. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഇതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നിയോഗം എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു ചുമതലയെ സ്വീകരിക്കുന്നത്. നിയോഗം എന്ന് ഞാൻ പറയാൻ കാരണം, സത്യത്തിൽ അങ്ങനെയൊരു വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് പ്രേരണ എൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ്. അദ്ദേഹമാണ് എന്നെ വിളിച്ച് ആദ്യമായിട്ട് ഒരു സൂചന നൽകിയത്. MP ആവുന്നു എന്നുള്ളതല്ല, ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ നിലയ്ക്ക് സംസാരിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരം കിട്ടി. അത് എന്ത് ചുമതലയാണെന്നുള്ള ആ സമയത്ത് മോദിജി സൂചിപ്പിച്ചിട്ടില്ല. താങ്കൾ ആലോചിച്ചു എന്തായിരിക്കും അതെന്നുള്ളത്? ഇല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെയൊരു കാര്യം നമ്മുടെ ചിന്തയിലോ സങ്കല്പത്തിലോ സ്വപ്നങ്ങളിലോ പ്രതീക്ഷയിലോ ഒന്നും വരുന്നില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് സംഘടനാ പ്രവർത്തനം ചെയ്യുക, സംഘടന ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നത് മാത്രമാണ്. അപ്പോൾ ഈ നിലയ്ക്കുള്ള ഒരു ഇതാണെന്നുള്ളത് സ്വപ്നത്തിൽ പോലും അങ്ങനെ വിചാരിച്ചിരുന്നില്ല. എന്നാലും പ്രധാനമന്ത്രി നേരിട്ട് വിളിക്കുകയാണല്ലോ, അപ്പോൾ ഗൗരവപൂർണ്ണമായ എന്തോ ഒന്ന് എന്നാണ് വിചാരിച്ചത്. പിന്നീടാണ് ആ ഒരു പ്രഖ്യാപനം വന്നത്. കണ്ണൂരിൽ ഇപ്പോൾ താങ്കളടക്കം രാജ്യസഭയിൽ 4ാമത്തെ ആളാണ്. ഈ ഒരു ചുമതല വന്നതിന് ശേഷം എതിർപക്ഷത്താണെങ്കിലും ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആ രാജ്യസഭയിൽ ഇപ്പോഴുള്ള ആരും എന്നെ വിളിച്ചിട്ടില്ല. പക്ഷെ ഞാൻ അവരെ വിളിച്ചിട്ടില്ല, വിളിക്കാൻ പോകുന്നു. വിളിക്കും. അങ്ങനെ ഇപ്പോൾ ഏത് രീതിയിലുള്ള ഇടപെടലായിരിക്കും രാജ്യസഭയിലേക്ക് ഉണ്ടാവുക? അത് തീർച്ചയായിട്ടും ഒരു രാജ്യസഭ MP എന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ വേണം. നമ്മളെ സംബന്ധിച്ച് മുൻ പരിചയം ആ നിലയ്ക്കില്ല. പരിചയസമ്പന്നരായ നിരവധി ആളുകൾ എന്നോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഉപദേശ നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് എന്താണോ നാടിനാവശ്യം, ഞാൻ പ്രതിനിധാനം ചെയ്യുന്നൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ട്. എന്ന് വെച്ചാൽ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യപ്പെട്ടൊരു മേഖലയുണ്ട്. ആ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പൊതുവിൽ നാടിന്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തോട് പ്രത്യേകമായൊരു വാത്സല്യവും താല്പര്യവും ഒരു കരുതലും മോദിജിക്ക് പ്രത്യേകിച്ചുണ്ട്, നമ്മുടെ പാർട്ടിക്കുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് കേരളത്തിൻ്റെ പൊതുവായ വികസനം, പിന്നെ സ്വാഭാവികമാണ് കണ്ണൂർ നമ്മുടെ ജന്മസ്ഥലമാണ്. അതുകൊണ്ട് കണ്ണൂരിൻ്റെ വികസനം, കണ്ണൂരിൻ്റെ ജനങ്ങളുടെ ക്ഷേമം എല്ലാ അർത്ഥത്തിലും അത് മാനസികവും ബൗദ്ധികവുമായ വികസനം, അങ്ങനെയാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അതിന് എന്തൊക്കെ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് പഠനം ആവശ്യമാണ്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള പ്രവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും താങ്കളുടെ ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം ചർച്ച ചെയ്യപ്പെടുന്നത് പഴയ കാലത്ത് 90കളിലെ കണ്ണൂരിലെ രാഷ്ട്രീയ ആക്രമണങ്ങളും സംഭവങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒരു ഇരയാണ് താങ്കൾ. ഈ കാര്യം ദേശീയ തലത്തിലേക്ക് ചർച്ച ചെയ്യപ്പെടും, അതിനുവേണ്ടിയാണ് താങ്കൾ രാജ്യസഭയിലേക്ക് പോകുന്നു എന്നുള്ള ചർച്ചകൾ മറുഭാഗത്തുണ്ട്. അങ്ങനെയല്ല, നമ്മളിപ്പോൾ സ്വാഭാവികമായും ഞാൻ CPIM-ന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിന് വിധേയനായ ഒരാളാണ്. ഞാൻ പറയാറുണ്ട്, ഞാൻ ഒരു ഇര എന്ന വാക്കിലൂടെ അവതരിപ്പിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമായിട്ട് എനിക്ക് സ്വയം അങ്ങനെ അറിയപ്പെടാൻ താല്പര്യമില്ല. പ്രവർത്തനത്തിനിടയിൽ പ്രതിയോഗികളിൽ നിന്നുണ്ടാകുന്ന ഇത്തരം അനുഭവങ്ങൾ അത് എപ്പോഴും ഓർമ്മിക്കുകയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിൻ്റെ പേരിൽ മനസ്സിൽ എന്തെങ്കിലും ഒരു കാലുഷ്യം വെച്ച് പുലർത്തുകയും ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ മാത്രമല്ല, സംഘടനയും അങ്ങനെ തന്നെയാണ്. ഞങ്ങളെ സംബന്ധിച്ച് പ്രവർത്തനത്തിൽ ഈ വരുന്ന ഇത്തരം സംഗതികൾ
ഞങ്ങൾ മുൻകൂട്ടി ആലോചിക്കുന്നില്ല, സങ്കല്പിക്കുന്നില്ല. അത് വന്ന് പെടുകയാണ് ഓരോ സന്ദർഭത്തിനനുസരിച്ച്. അപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം ജനാധിപത്യപരമായ രീതിയിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ബോധവൽക്കരണത്തിലൂടെ, ഇതൊക്കെ കാലാകാലങ്ങളിൽ സംഘടന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘമാവട്ടെ പാർട്ടിയാവട്ടെ. അപ്പോൾ അത് ആ വഴിക്ക് നടക്കും. അത് പക്ഷേ ഓരോ ദിവസം കഴിയും തോറും അതിങ്ങനെ, ഇപ്പം നമുക്കറിയാമല്ലോ, കണ്ണൂരിൽ താങ്കൾക്കും അറിയാം, കുറച്ച് വർഷങ്ങളായിട്ട് സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ട്, ശാന്തിയുടെ അന്തരീക്ഷമുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷം രൂപപ്പെട്ടു വരാൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ തോതിലുള്ള സഹനം ഉണ്ടായിട്ടുണ്ട്. ആ സഹനത്തിൻ്റെയൊക്കെ പ്രതിഫലനമായിട്ട് ഇന്ന് സമാധാനമുണ്ട്, കുടുംബങ്ങളിൽ സ്വൈര്യമുണ്ട്. അത് നിലനിന്ന് കാണണം എന്ന് തന്നെയാണ് ആഗ്രഹം. അതിന് ഭംഗം വരുത്തുന്ന ഒരു അരവാക്കുപോലും ഉരിയാടരുത് എന്നൊരു നിർബന്ധമുണ്ട്. അത് സംഘടനയ്ക്കുമുണ്ട്. അപ്പോൾ ഈ നിൽക്കുന്ന സമാധാനത്തിന് തടസ്സം വരുന്ന, ആ അന്തരീക്ഷത്തിൽ ഒരു കാലുഷ്യം വരുന്ന, അസ്വസ്ഥത ഉളവാക്കുന്ന ഒന്നും തന്നെ ചർച്ച ചെയ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ആ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ചോദിക്കുകയാണ്. 94-ലാണ് സംഭവം നടക്കുന്നത്. അങ്ങ് സമയത്ത് ഒരു LP സ്കൂൾ അധ്യാപകനായിരുന്നു. ആ ഒരു വിഷയം ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എങ്ങനെയാണ് അത് ഓർക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഞാനത് വലിയ തോതിൽ അത് ചികഞ്ഞെടുത്ത് വീണ്ടും പലരും പുറത്തുള്ള നമ്മുടെ പ്രതിയോഗികളൊക്കെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ അല്പത്വം എന്ന് ഞാനതിനെ കാണുന്നുള്ളൂ, എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് ഞാൻ പരിഗണിക്കുന്നേ ഇല്ല. പക്ഷേ താങ്കൾ ചോദിച്ച സ്ഥിതിക്ക് 94 ജനുവരി മാസം 25-ാം തീയതിയാണ് എൻ്റെ നേരെ ഈ ഒരു ആക്രമണം നടന്നത്. പൊതുവേ നമ്മുടെ പ്രവർത്തന ശൈലി ആക്രമണത്തിൽ അധിഷ്ഠിതമല്ല, സമാധാന അന്തരീക്ഷത്തിൽ സംഘടനാ പ്രവർത്തനം ചെയ്യുക എന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് നേരെ വരുന്ന ചില കാര്യങ്ങൾ, അതിന് തുടർന്നുണ്ടാകുന്ന ചില പ്രതികരണങ്ങൾ, അതും ശാശ്വതീകരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ സംഭവത്തിൻ്റെ ന്യായാന്യായങ്ങൾ അത് എല്ലാവർക്കും അറിയാം എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. ഞാൻ ഈ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് നേരത്തെ കമ്മ്യൂണിസ്റ്റ് ആശയത്തോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരാളാണ്. വിദ്യാഭ്യാസ കാലത്ത് പ്രീ-ഡിഗ്രി പഠിക്കുന്നത് വരെ, ആ കാലം വരെ SFIയുടെ സജീവ പ്രവർത്തകനായിരുന്നു. പിന്നീടാണ് എൻ്റെ ചിന്തയിലും വീക്ഷണത്തിലും നിലപാടിലും മാറ്റം സംഭവിച്ചത്. അത് വായനയിലൂടെ, മുതിർന്ന ആളുകളുടെ സമ്പർക്കത്തിലൂടെ, പൊതുവിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു മാറ്റമാണ്. ആ മാറ്റം എന്ന നിലയ്ക്കാണ് ഞാൻ സംഘത്തിൻ്റെ സജീവ പ്രവർത്തകനായി മാറിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ആ നിലയ്ക്ക് എൻ്റെ നേരെ ഒരു ആക്രമണം നടത്താൻ അത് മതിയായ കാരണമാണ്. CPIMൻ്റെ പ്രവർത്തന ശൈലി അങ്ങനെയാണ്. അതിന് ഞാൻ വിധേയനായി എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കണ്ണൂർ ജില്ലയിൽ ദശാബ്ദങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചല്ലോ, അതിപ്പോൾ ഏതാണ്ട് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അത് നിലനിന്നു പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ താങ്കളുടെ ഈ പ്രഖ്യാപനത്തിന് ശേഷം ഉയരുന്ന മറ്റൊരു ആരോപണമാണ് മെറിറ്റിൻ്റെ കാര്യത്തിൽ. അതിനുള്ള മറുപടി എന്താണ്? മെറിറ്റ്, നമ്മൾ എന്താണ് മാനദണ്ഡം മെറിറ്റിന്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സമൂഹത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അതെനിക്ക് ലഭിക്കുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കളരിയിലൂടെയാണ്. കളരി എന്നാണ് ഞാനതിനെ പറയും, ശാഖ എന്ന് ഞങ്ങൾ പറയും. അതൊരു കളരിയാണ്. നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തുന്ന, ചിന്തകളെ രൂപപ്പെടുത്തുന്ന, ആലോചനകളെ സ്വാധീനിക്കുന്ന ആശയങ്ങൾ ധാരാളമായി അവിടെ നിന്ന് കിട്ടും. അതിനുശേഷം പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ, ഇപ്പം ഞാനിപ്പോൾ മാധ്യമരംഗത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ജന്മഭൂമി പത്രത്തിൻ്റെ സഹപത്രാധിപരായിട്ടൊരു 3 വർഷം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അധ്യാപക സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അധ്യാപക സംഘടനയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ സർക്കാർ ആഭിമുഖ്യത്തിലുള്ള അനേകം വിദ്യാഭ്യാസ പരിപാടികളിൽ, ആലോചനാ യോഗങ്ങളിൽ, സിമ്പോസിയങ്ങളിൽ, പ്രത്യേകിച്ച് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്ന സമയത്ത് സർക്കാർ തന്നെ സംഘടിപ്പിച്ച 2 ദിവസത്തെ ശില്പശാലയിലൊക്കെ ക്ഷണിക്കപ്പെട്ട ആളാണ് ഞാൻ. എൻ്റേതായ പ്രബന്ധങ്ങളും ഒക്കെ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. ഇതൊക്കെ തന്നെയാണ് മെറിറ്റെന്ന് ഞാൻ കരുതുന്നത്. ഈ മെറിറ്റൊക്കെ കണക്കിലെടുത്തുകൊണ്ടായിരിക്കണം എന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. അനേകം ആളുകളുണ്ട് രാജ്യത്ത്, അവരുടെയൊക്കെ ഒരു പ്രതിനിധിയായിട്ട് ആ നിലയ്ക്ക് പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത് അങ്ങനെയുള്ള കാഴ്ചപ്പാടിനുള്ള അംഗീകാരമായിട്ടാണ് കാണുന്നത്. ഇതിനിപ്പോൾ എല്ലാ കാര്യങ്ങളും പരിഗണിക്കപ്പെടുമല്ലോ. വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ സംഭാവന എന്നതിനപ്പുറത്ത് സാമൂഹ്യ പ്രവർത്തനം എന്നതുകൂടിയുണ്ട്. അതിൽ സാമൂഹ്യ പ്രവർത്തനം, വിദ്യാഭ്യാസ പ്രവർത്തനം, സാംസ്കാരിക പ്രവർത്തനം എന്ന രീതിയിലാണ് ഞാൻ പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു അവകാശവാദം ഉന്നയിച്ച് ഞാൻ വലിയ സാംസ്കാരിക പ്രവർത്തകനാണ്, ഞാൻ വലിയ വിദ്യാഭ്യാസ വിചക്ഷണനാണ്, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ് എന്ന് ഞാനായിട്ട് പറയേണ്ടതില്ല. അതറിയുന്ന ആളുകൾ അത് കാണുകയും അതനുസരിച്ച് നമ്മളെ നിയോഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള മറ്റു തരത്തിലുള്ള, ഇപ്പോൾ കഴിഞ്ഞ വർഷം കർണാടക സർക്കാരിൻ്റെ
ഒരു പുരസ്കാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സാമൂഹ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിലും ഇത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന ആളെന്നുള്ള നിലയിലും കർണാടക സർക്കാർ, അത് മുഴുവൻ രാജ്യത്തെയും ദേശീയ പുരസ്കാരമാണ്. ഈ പറയുന്ന ആളുകൾക്ക് താല്പര്യമുള്ള സർക്കാരാണ് കർണാടകത്തിലേത്. കർണാടക സർക്കാർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് എനിക്ക് ആ ഉപഹാരം തന്നത്, അവാർഡ് തന്നത്. അപ്പോൾ അതിൽ പരം മറ്റൊരു സാക്ഷ്യപത്രം അവരോട് എനിക്ക് പറയാനില്ല. പൂനെയിലുള്ള ഒരു സംഘടന എൻ്റെ സാമൂഹ്യ പ്രവർത്തനം കണക്കിലെടുത്തുകൊണ്ട് അവരെനിക്കൊരു പുരസ്കാരം തന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ സത്യസായി സേവാ സമിതിയുടെ പുരസ്കാരം, സേവാ പുരസ്കാരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറയുന്നത് താങ്കൾ ചോദിച്ചതുകൊണ്ട് മാത്രമാണ്. ഇതൊരു പബ്ലിസിറ്റി എന്നുള്ള നിലയ്ക്കോ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആ നിലയ്ക്കുള്ളൊരു PR വർക്ക് എന്ന നിലയ്ക്ക് കാണേണ്ടതില്ല. താങ്കൾ പിന്നെ CPM-ൻ്റെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായ ഒരാളാണ്. താങ്കളെ കൂടുതൽ വിമർശിക്കുന്നതും ഈ സ്ഥാനം ലഭിച്ചതിന് എതിരെ രംഗത്ത് വന്നതും CPM ആണ്. എന്തുകൊണ്ടായിരിക്കും അത്? അത് എന്തുകൊണ്ടായിരിക്കും എന്ന് അവരാണ് വിശദമാക്കേണ്ടത്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പറഞ്ഞല്ലോ, അപ്പോൾ സ്വാഭാവികമായും അതുവഴി ഉണ്ടായ ഒരു വിദ്വേഷവും പകയും അവരുടെ മനസ്സിൽ, ഞാൻ വിചാരിച്ചത് അത് കെട്ടടങ്ങി കാണുമെന്നതാണ്. പക്ഷെ അതിപ്പോഴും ഇത്തരം സന്ദർഭങ്ങളിലും അല്പത്വം എന്നൊരു വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് ഈ പറയുന്നത്? ആരാണ് എൻ്റെ പിന്നെ ഒരു വ്യക്തിത്വത്തിന് കളങ്കം ചാർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നവരാരാണ്? ആരുടെയെങ്കിലും എതിർ ശബ്ദം കേൾക്കുമ്പോൾ പ്രകോപിതരാകുന്നവരാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു അഭിമാന പരിപാടിയായി നടത്തിയ ജനരക്ഷാ യാത്ര എന്ന പേരിൽ നടത്തിയ യാത്ര പോകുന്ന ഇടങ്ങളിലൊക്കെ ഹർത്താൽ പ്രഖ്യാപിക്കാൻ നേതൃത്വം കൊടുത്തതാരാണ്? ഞങ്ങളുടെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്നു അമിത്ഷാജി. അദ്ദേഹം ആ പദയാത്രയുടെ ഭാഗമായി സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പോകുന്ന വഴിയിൽ കരിങ്കൊടികൾ ഉയർത്തിയതാരാണ്? അപ്പോൾ ആ നിലയ്ക്കുള്ള മനോഭാവവും പ്രവർത്തന ശൈലിയും സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നമ്മുടെ പ്രവർത്തകരുടെ കാര്യങ്ങൾ ചകഞ്ഞന്വേഷിക്കുന്നത്. എൻ്റെ പേരിൽ ഒരു ക്രിമിനൽ കേസുമില്ല, പക്ഷേ ക്രിമിനൽ എന്നാണ് എന്നെ വിശേഷിപ്പിക്കുന്നത്. ഒരു ക്രിമിനൽ കേസുമില്ല. എൻ്റെ പേരിൽ കേസുണ്ടായിട്ടുണ്ട്. അത് പാർട്ടിയുടെ പിക്കറ്റിംഗ് സമരത്തിൽ പങ്കെടുത്തിട്ട് സംഘത്തിൻ്റെ റൂട്ട് മാർച്ച് നടത്തിയതിൻ്റെ പേരിൽ അതിൻ്റെ പേരിൽ കേസുണ്ടായിട്ടുണ്ട്. ഈ നമ്മുടെ പ്രദേശത്ത് ഇവിടെ അടുത്ത് നടന്നൊരു അടിപിടി കേസിൽ എൻ്റെ പേര് വന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് എൻ്റെ അച്ഛൻ മരണപ്പെട്ടതിൻ്റെ ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ഒരു 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 പ്രതിച്ഛായ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇയാളൊന്നിനും കൊള്ളാത്തവനാണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ അത് അവർക്ക് സംതൃപ്തി കൊടുക്കുന്നുണ്ടാകാം. പക്ഷെ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരിത് ബാധിക്കില്ല. അവർക്കറിയാം ആരാണ് BJP കാര്യകർത്താക്കൾ, ആരൊക്കെയാണ് എന്നവർക്കറിയാം. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അവർ സംഘടനാപരമായി വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ആശയപരമായി പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അങ്ങനെയൊരു പ്രതിസന്ധി അവർക്കുണ്ട്. മൂപ്പിളമ തർക്കങ്ങളുണ്ട്, മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ എന്താണ് ഇടി തട്ടിയവനെ പാമ്പും കടിച്ചു എന്നതുപോലെ ഉള്ള ഒരു അനുഭവം അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. അതായിരിക്കാം കാരണം. അതാണ് കാരണം. ആയിരിക്കാം എന്നല്ല, അതാണ് കാരണം. താങ്കളിപ്പോൾ നേരത്തെ സംസ്ഥാന കമ്മിറ്റിയിലുണ്ടായതാണ്, ഇപ്പോൾ വീണ്ടും സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ട് വന്നു. ഇപ്പോൾ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ളത് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തെക്കാൾ ഒരുപാട് മുതിർന്ന ഒരു നേതാവാണ് താങ്കൾ. നേരത്തെ സുരേന്ദ്രൻ്റെ കീഴിലുമൊക്കെ സംസ്ഥാന ഭാരവാഹിയായിട്ട് താങ്കളുണ്ടായി. ഈ രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസം താങ്കൾക്ക് അനുഭവപ്പെട്ടത് എന്താണ്? അത് വ്യക്തിനിഷ്ഠമായിട്ട് ഇപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന സൈഫു, ഞാൻ, നമ്മൾ രണ്ട് വ്യക്തികളാണ്. നമുക്ക് രണ്ടുപേർക്കും രണ്ടു തരം വ്യക്തിത്വം ഉണ്ടാവും. താങ്കളോടൊപ്പം താങ്കളുടെ സഹപ്രവർത്തകർ താങ്കളെപ്പോലെ ആവണമെന്നില്ല. അപ്പോൾ ആ വ്യക്തിനിഷ്ഠമായ ചില വകഭേദങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ രാജീവ്ജി നീല ഷർട്ടാണ് എപ്പോഴും ധരിക്കുന്നത് കാണാറ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്. സുരേന്ദ്രൻജി ചിലപ്പോൾ മറ്റു രീതിയിലുള്ള ഷർട്ടുകൾ ധരിച്ചുകൊണ്ടിരിക്കും. ഒരുപക്ഷെ കാണുന്ന സമയത്ത് നമസ്തേ എന്നാവും താങ്കളെ കാണുമ്പോൾ അവർ സുരേന്ദ്രൻജി നമസ്തേ എന്ന് പറയുന്നുണ്ടെങ്കിൽ രാജീവ്ജി ഹായ് എന്നാവും പറയുന്നുണ്ടാവുക. ഇത് വ്യക്തിനിഷ്ഠമായ ചില അവരുടെ സ്വഭാവ രീതികൾ മാത്രമാണ്. പക്ഷേ ഒരു ആശയത്തിൻ്റെ വക്താക്കൾ എന്നുള്ള നിലയിൽ എല്ലാവരും സമന്മാരാണ്. അത് ഞങ്ങളുടെ ബൂത്ത് പ്രസിഡൻറ്റ് മുതൽ അഖിലേന്ത്യാ അധ്യക്ഷൻ വരെയുള്ള ആ ഗണത്തിൽപ്പെടുന്ന എല്ലാവരും ഒരു ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ആ ആശയത്തിൻ്റെ പ്രവർത്തനവും അതിൻ്റെ ആവിഷ്കാരവും അത് സമാനമാണ്. സുരേന്ദ്രൻ നേരത്തെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരാളാണ്. രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിലേക്ക് പുതുതായിട്ട് വന്ന ഒരാളാണ്. BJPയിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖരൻ അതിലൂടെയാവുമോ? അതുപോലെ മുതിർന്ന നേതാക്കളെയൊക്കെ കൂടെ കൂട്ടാൻ വേണ്ടി ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനാവുന്നുണ്ടോ? എന്തുകൊണ്ടാവില്ല? രാഷ്ട്രീയം നമ്മളെ സംബന്ധിച്ച് ഇതിൽ നമ്മുടേതായ ചില സങ്കല്പങ്ങളിൽ പരിവർത്തനം വരേണ്ടതുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പലരും പറയാറുണ്ട്, ഇപ്പോൾ BJPയിൽ ഇന്നലെ വന്ന് ചേർന്ന ഒരാൾ എന്ന് പറയാറുണ്ട്. ഇന്നലെ BJPയിലേക്ക് വന്ന ആളുകൾ
അതിനു മുമ്പ് മറ്റെവിടെയൊക്കെയോ ഉണ്ട് ഈ സമൂഹത്തിൽ, അവരുടേതായ സംഭാവന സമൂഹത്തിൽ നൽകുന്നുണ്ട്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി കേരളത്തിന് പുതിയതായിരിക്കാം, പക്ഷെ ഭാരതത്തിൻ്റെ സാമൂഹിക ജീവിതത്തിന് അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്തുലമാണ്. അത് ഏത് മേഖലയിലായാലും ശരി, അദ്ദേഹം പ്രവർത്തിച്ചത് ഏത് മേഖലയാണോ ആ മേഖലയിലൂടെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയ്ക്ക് അദ്ദേഹത്തിൻ്റെ സംഭാവനയുണ്ട്. ഞങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രനിർമ്മാണമാണ്, സമാജ പരിവർത്തനമാണ്. സമാജ പരിവർത്തനത്തിന് രാഷ്ട്രീയം മാത്രമല്ല മാധ്യമം. സമാജ പരിവർത്തനത്തിൻ്റെ മാധ്യമം മറ്റനേകം മാധ്യമങ്ങളുണ്ട്. ആ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ആളുകൾ രാഷ്ട്രീയ മേഖലയിലേക്ക് വരുമ്പോൾ അവിടെയും അതിൻ്റെ പ്രഭാവം ഉണ്ടാകും. അങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്. താങ്കളുടെ കാര്യത്തിലേക്ക് മടങ്ങി വന്നാൽ, ഈ പ്രഖ്യാപനത്തിന് മുമ്പ് കഴിഞ്ഞ ദിവസം അമിത്ഷാ കേരളത്തിൽ വന്ന സമയത്ത് തിരുവനന്തപുരത്ത് വെച്ച് പ്രസംഗിച്ചു കേരളത്തിലെ ബലിദാനികളെ പറ്റി. അതിനുശേഷമാണ് താങ്കളെ ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്, നോമിനേറ്റ് ചെയ്തുള്ള വാർത്ത. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അക്രമ രാഷ്ട്രീയത്തെ തുറന്നു കാട്ടുക എന്നുള്ളത് തന്നെയല്ലേ? നേരത്തെ തന്നെ അക്രമ രാഷ്ട്രീയത്തെ, അത് ഞങ്ങളുടെ സ്വാഭാവിക പ്രവർത്തനമാണ്. പിന്നെ ഞങ്ങളുടെ ഓരോ പ്രവർത്തനത്തിലും സജീവമായി സക്രിയമായി ഇറങ്ങിത്തിരിച്ചു വരുന്ന ഞങ്ങളുടെ പ്രവർത്തകന്മാർ അനുഭവിച്ച ദുരിതങ്ങൾ, അത് ഒരു ചരിത്രം തന്നെയാണ്. ആ ചരിത്രത്തിൻ്റെ സ്മൃതി എന്തിനു വേണ്ടി എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരമായി രാഷ്ട്രവൈഭവത്തിന് വേണ്ടി, പരം വൈഭവം നേതുമേതത് സ്വരാഷ്ട്രം, ഞങ്ങൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഈ നാടിൻ്റെ വൈഭവം മീൻസ് എല്ലാ ജനങ്ങളുടെയും ഉയർച്ച, അന്ത്യോദയ എന്നുള്ളൊരു സങ്കല്പം, മഹാത്മജി ഉയർത്തിപ്പിടിച്ച സങ്കല്പം. ആ സങ്കല്പത്തിനോടൊപ്പം ജനങ്ങളെ കൊണ്ടുവരാൻ, ആ പ്രവർത്തനത്തിനിടയിലാണ് ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നത്, കൊല ചെയ്യപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് മൂല്യവത്തായ ഒരു ജീവൽ സമർപ്പണമാണ്. ആ സമർപ്പണത്തെ സദാ ഞങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കും. ആ സ്മരണയാണ് അമിത്ഷാജിയിൽ നിന്നുണ്ടായത്. അദ്ദേഹം പിന്നെ കണ്ണൂർ വന്ന് അദ്ദേഹവുമായി സംസാരിച്ചില്ല. അദ്ദേഹം പിന്നെ എന്നെ കണ്ടപ്പോൾ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് മോദിജി തന്നെ നേരിട്ട് വിളിച്ചിരുന്നു. കാര്യം ഇതാണെന്ന് പറഞ്ഞിരുന്നില്ല, സൂചന മാത്രം. ഞാൻ പറഞ്ഞു മോദിജി പറഞ്ഞതുപോലെ അമിത്ഷാ പറഞ്ഞു. എന്താ കാര്യം എന്നുള്ളത് പറഞ്ഞില്ല. പറഞ്ഞില്ല. അന്നേരം ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, സ്വാഭാവികമായിട്ട് എന്തായിരിക്കാം ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്. അത് അന്വേഷിച്ചോ? ഇല്ല, അത് അന്വേഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ്. അത് പറയുമ്പോൾ പറയട്ടെ, വരുമ്പോൾ വരട്ടെ എന്നുള്ളതാണ്. കാരണം നമ്മുടെയൊക്കെ പ്രവർത്തിക്കുന്നത് അങ്ങനെ ഒരു ചിന്തയുടെയോ അല്ലെങ്കിൽ പ്രതീക്ഷയുടെയോ സങ്കല്പത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല. അപ്പോൾ 94 താങ്കളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഓർക്കാൻ പറ്റാത്ത ഒരു അനുഭവമായിരിക്കാം. പക്ഷേ ഇപ്പോഴും BJP പ്രവർത്തകരൊക്കെ കണ്ണൂരിലെ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ, കണ്ണൂരിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഒരു കാര്യം ചർച്ച ചെയ്ത് വരുമ്പോൾ ഉയരുന്നൊരു പേരാണ് സദാനന്ദൻ മാസ്റ്ററുടേത്. അപ്പം അന്നത്തെ ആ ഒരു സംഭവം ഒന്ന് ഓർത്തെടുത്താൽ എങ്ങനെയാണ്? അന്നത്തെ സംഭവം ഓർത്തെടുക്കാൻ പറ്റാത്തതല്ല, ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതാണ്. എന്നുവെച്ചാൽ സംഘടനാ പ്രവർത്തനം നമ്മളിത് സങ്കല്പിക്കുന്നില്ല എന്ന് വെച്ചാൽ, പക്ഷേ കണ്ണൂരിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരത്തിൽ നിരവധി സംഭവങ്ങൾ, ഞാൻ ഇങ്ങനെ ആവുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള അനേകം ദുരിതം അനുഭവിക്കുന്ന ആളുകളെ നേരിട്ട് കാണുകയും കൊല്ലപ്പെടുന്നവരുടെ വീടുകളിൽ പോവുകയും സഹോദരിമാരെ, അമ്മമാരെ, അച്ഛന്മാരെ, കുട്ടികളെയൊക്കെ കാണുകയും സാന്ത്വനിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അതെൻ്റെ നേരെയും എപ്പോഴെങ്കിലുമൊക്കെ വന്നേക്കാമെന്ന ഒരു വിചാരം നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ എന്നാലും നമ്മുടെ ഈ പ്രദേശത്തെ CPM-ൽ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞാൻ പുലർത്തുന്ന സൗഹൃദം, അവർക്ക് എന്നെ അറിയാം എന്നുള്ള എൻ്റെ ഒരു വലിയ സങ്കല്പം, അതൊക്കെ കൊണ്ട് ഞാനതിന് ഇരയാവില്ല എന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷെ ഞാനും ഇരയായി. അന്ന് ഇതുപോലെ എൻ്റെ സഹോദരിയുടെ വിവാഹം നിശ്ചയിച്ച സമയമായിരുന്നു. ആ വിവാഹ കാര്യം അമ്മാവനുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ആയിത്തരമമ്പറത്ത് പോയതാണ്. പോയി തിരിച്ചു വരുമ്പോഴാണ് ഈ ആക്രമണം ഉണ്ടായത്. അത് ഉരുവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എന്നെ പിന്നെ പിടികൂടുകയും ഇങ്ങനെയൊക്കെ ചെയ്യുകയും. ഇവിടെ തന്നെയായിരുന്നു താമസം? ഇവിടെ തന്നെയായിരുന്നു. ഞാൻ അന്ന് സംഘത്തിൻ്റെ കണ്ണൂർ ജില്ലയുടെ സഹകാര്യവാഹമായിരുന്നു, ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ആ നിലയ്ക്ക് പ്രവർത്തിക്കുകയായിരുന്നു. അതായത് ഈ വീട്ടിൽ നിന്ന് എത്ര ദൂരം ഉണ്ടാവും അവിടെ ആ സ്ഥലത്ത്? 2 കിലോമീറ്റർ. 2 കിലോമീറ്റർ ഉരുവച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ സംഭവം നടന്നത്. ബസ് ഇറങ്ങിയപ്പോൾ ബസ് ഇറങ്ങി തിരിയുന്ന സമയത്ത് പുറകിൽ നിന്ന് പിടിച്ച് ചെയ്യുകയാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളത് ഒരുപക്ഷെ ഞാനിത് പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രവർത്തകരിൽ മറ്റൊരു വികാരം ഉണർന്നു വന്നേക്കാം, മറ്റുള്ള ആളുകളിൽ ചിലപ്പോൾ വേറെ തരത്തിലുള്ള വികാരങ്ങൾ ഉണർന്നു വന്നേക്കാം. ഇവർ തമ്മിൽ പരസ്പരം കാണുന്ന സമയത്ത് ഈ 2 വികാരങ്ങളും ഒരുപക്ഷെ ഒരു പരസ്പര വിരുദ്ധമായിരിക്കാം. ആ പ്രകടനം അവരുടെ പെരുമാറ്റത്തിൽ ഉണ്ടായി എന്ന് വരാം. അതൊരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു മുറുമുറുപ്പിലേക്കോ ചെന്നെത്തി എന്ന് വരാം. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊക്കെ കഴിഞ്ഞ കഥകളാണ്. ഞാൻ പലരോടും പറഞ്ഞത് ഒരു ദുസ്വപ്നം പോലെ നമ്മളത് മറക്കണം എന്നാണ്.
വീണ്ടും വീണ്ടും നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ സംഘടന അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് അക്രമ രാഷ്ട്രീയം ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടാനാണ് സദാനന്ദ മാഷ് എം പി ആകുന്നത്. നോ, നെവർ. അതല്ല, നാടിൻ്റെ നന്മയാണ്, നാടിൻ്റെ ക്ഷേമമാണ്. അതിനുവേണ്ടിയാണ് രാജ്യസഭയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നത്. അതായത് ഈ ഒരു വിഷയം, വിഷയം ചർച്ച ചെയ്യുമ്പോഴും അപ്പുറത്ത് സുധീഷിൻ്റെയും ജനാർദ്ദൻ്റെയും ഒക്കെ വിഷയങ്ങൾ മറ്റു രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ച തുറന്നാൽ വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക്. അതെ, അതിപ്പോൾ വ്യക്തികളല്ല, ഞാനല്ല, അത് പ്രതിരോധിക്കുന്ന മറുപ്രചരണവും നടക്കുന്നുണ്ട്. ഇപ്പോൾ സുധീഷ് എൻ്റെ സുഹൃത്തു കൂടിയായിരുന്നു. അത് അത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ പലപ്പോഴും കൂത്തുപറമ്പിലൊക്കെ വെച്ച് കണ്ടുമുട്ടാറുണ്ട്. പരസ്പരം സ്നേഹം മീൻസ് സൗഹൃദം പങ്കുവെക്കാറുണ്ട്. പക്ഷേ അന്ന് ആശുപത്രിയിൽ എനിക്ക് ബോധം വന്ന സമയത്താണ് ഞാൻ സുധീഷിൻ്റെ ആ ദൗർഭാഗ്യകരമായ സംഭവത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞത് അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നാണ്. അതിൽ കേൾവിക്കാരുണ്ട്, സാക്ഷികളുണ്ട് എൻ്റെ കൂടെ. ഞാനിപ്പോൾ ഒരു കളവ് പറയുന്നു എന്ന് ധരിക്കേണ്ടതില്ല. എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നവരൊക്കെ അത് കേട്ടിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ രീതി അതാണ്. ചിലപ്പോൾ ചില അന്ന് ഈ സമാധാന യോഗത്തിൽ പങ്കെടുത്ത അന്നത്തെ SP ആയിരുന്ന അനിൽകുമാർ, അനിൽകുമാർ, അദ്ദേഹം സമാധാന യോഗത്തിൽ പങ്കെടുത്ത് പറഞ്ഞത്, സദാനന്ദ മാഷക്ക് ഈ അനുഭവം ഉണ്ടായിരുന്നില്ല എങ്കിൽ സുധീഷ് കൊല്ലപ്പെടുമായിരുന്നില്ല. സദാനന്ദ മാഷക്ക് നേരെ ഈ ഒരു ആക്രമണം നടന്നു. ആക്രമണത്തിന് ശേഷം സുധീഷ് ആക്രമിക്കപ്പെടുന്നു. അദ്ദേഹം ഉപയോഗിച്ച വാക്കിതാണ്, ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ, ഇറ്റ് വാസ് സ്പോണ്ടേനിയസ് ആൻഡ് ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ എന്നാണ്. യഥാർത്ഥത്തിൽ സദാനന്ദൻ മാഷിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ സുധീഷ് ഒരുപക്ഷെ ഇന്ന് രാജ്യസഭയിൽ എന്നേക്കാൾ മുമ്പേ എത്തുമായിരുന്നു. അത് നഷ്ടപ്പെടുത്തിയത് ഈ ആളുകളാണ്. ഡോക്ടർ അലക്സാണ്ടർ IPS, അദ്ദേഹം ഇത് കേൾക്കുമായിരിക്കാം, ഇല്ലായിരിക്കാം. അദ്ദേഹം ഞാനിരിക്കുന്ന വേദിയിൽ പ്രഭാഷകനായി വന്നപ്പോൾ എന്നോട് തിരിഞ്ഞ് സ്വകാര്യമായിട്ട് എന്നോട് പറഞ്ഞത്, സുധീഷിൻ്റെ കേസിൽ ശിക്ഷിക്കേണ്ടത് CPIM നേതാക്കളെയാണ് എന്നാണ്. കാരണം എൻ്റെ നേരെ ഈ ഒരു ആക്രമണം വന്നപ്പോൾ 2 കാലും ഛേദിക്കപ്പെട്ട് അവരുടെ സ്നേഹം പങ്കിടുന്ന ഒരു കാര്യകർത്താവ് ആശുപത്രി മേശക്കരികിൽ ഇങ്ങനെ മലർന്ന് കിടന്ന് 2 കാലും വെട്ടി അരിഞ്ഞ് ചോര ഒഴുകിപ്പോകുന്ന കാഴ്ച കാണുന്ന ഒരു പ്രവർത്തകൻ ശാന്തിമന്ത്രം ചൊല്ലണം എന്ന് നമ്മൾ നിർബന്ധം പിടിക്കരുത്. അതാണ് സംഭവിച്ചത്. ശാന്തിമന്ത്രമാണ് വേണ്ടത്, ഞാനതാണ് പറഞ്ഞത്, സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന്. കൂടുതൽ അതിനെക്കുറിച്ച് പറയാതിരിക്കുകയാണ് നമുക്ക് സമൂഹത്തിന് നല്ലത്. അതെനിക്ക് CPIM നേതാക്കളോടും ആ ഒരു അഭ്യർത്ഥനയാണുള്ളത്. കൂടുതൽ അക്കാര്യങ്ങൾ ചികഞ്ഞെടുത്ത് സംസാരിക്കുന്നത് അവർക്കാണ് ദോഷം ചെയ്യുക. പറയിപ്പിക്കരുത് എന്നതാണ് സന്തോഷത്തോടെ, വിനയത്തോടെ എനിക്ക് പറയാനുള്ളത്. പുതിയൊരു ഉത്തരവാദിത്തം ലഭിച്ചപ്പോൾ CPM നേതാക്കൾ ആരെങ്കിലും ബന്ധപ്പെട്ടില്ല? ഞാൻ ഇവിടെ പ്രാദേശികമായിട്ട് ഞാനൊരു സത്യം പറയാമല്ലോ, ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പലരും എന്നെ വന്ന് കണ്ടിട്ടുണ്ട്, സ്നേഹം പങ്കുവച്ചിട്ടുണ്ട്. അതായത് നേരത്തെ ആക്രമിക്കപ്പെട്ട ആ സംഭവവുമായി ബന്ധപ്പെട്ട ആളുകൾ, ഞാൻ അത്രേ പറയുന്നുള്ളൂ. അവരൊക്കെ എന്നെ നേരിട്ട് വന്ന് തന്നെ സ്നേഹം പങ്കുവച്ചവരുണ്ട്, സന്തോഷം പങ്കുവച്ചവരുണ്ട്, ഫോണിലൂടെ നിരന്തരമായി വിളിക്കുന്നവരുമുണ്ട്. ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്തുന്നത് അവരുടെ സുരക്ഷയ്ക്ക് പറ്റിയതല്ല എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. നേരത്തെ ആ വിഷയം ഉന്നയിച്ച് മാപ്പ് ചോദിച്ചിട്ടുണ്ട് അവർ? ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തിനധികം ശൈലജ ടീച്ചർ എൻ്റെ വീടിൻ്റെ പാലുകാച്ച് കർമ്മത്തിന് അതിഥിയായി വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അവർക്കത് സാധിച്ചത്? എൻ്റെ സുഹൃത്താണ്, എൻ്റെ കേസിൽ പ്രതിയായിരുന്ന P. പുരുഷോത്തമൻ, AKG ആശുപത്രിയുടെ ചെയർമാൻ. പുരുഷോത്തമൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാണ്, ഞങ്ങൾ ഒരുമിച്ച് ഒരേ സമയത്ത് പ്രവർത്തനം നടത്തിയവരാണ്. CPMൻ്റെ ആളായിട്ട് അയാളും സംഘത്തിൻ്റെ ആളായിട്ട് ഞാനും. അദ്ദേഹത്തെ ഞാൻ കണ്ണൂരിൽ എൻ്റെ ഗൃഹപ്രവേശത്തിന് തൊട്ടടുത്ത ദിവസം കണ്ടപ്പോൾ, മാഷേ ഞങ്ങളോടൊന്നും പറയുന്നില്ലേ, ക്ഷണിക്കുന്നില്ലേ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളെയൊക്കെ ക്ഷണിക്കേണ്ടതുണ്ടോ, വന്നോളൂ, വരൂ എന്ന് പറഞ്ഞു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ അദ്ദേഹം പങ്കെടുത്തു. എൻ്റെ വീട്ടിൽ വന്നു അദ്ദേഹം. ഈ വീട്ടിൽ പാലുകാച്ച് കർമ്മത്തിന് സാക്ഷിയായി ശൈലജ ടീച്ചർ പങ്കെടുത്തു. എന്തുകൊണ്ടാണ്? ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ആളായിരുന്നെങ്കിൽ അവർ വരാമോ? അവർ വരാൻ പാടുണ്ടോ? അപ്പോൾ അവർക്കറിയാം അവർ വന്നതിന് പിന്നിൽ ഒരു കുറ്റബോധം മനസ്സിലുള്ളത്. കുറ്റബോധം എന്ന് ഞാൻ പറയുന്നില്ല. അത് അവർക്ക് കുറ്റബോധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമല്ല, ഞാൻ പരിഗണിക്കേണ്ടതുമല്ല. പക്ഷേ എന്തായാലും ഒരു നിഷേധാത്മക ഭാവം ഉണ്ടായിരുന്നെങ്കിൽ അവർ വരില്ല. പക്ഷെ താങ്കളെ നിരന്തരം വിളിച്ചതുകൊണ്ട് ചെറിയ ഇതിന് പിന്നിലുണ്ടായ ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള കുറ്റമുണ്ട്. എന്നോട് പലരും വന്ന് എൻ്റെ കാൽക്കീഴിൽ ഇരുന്നുകൊണ്ട് കണ്ണീരൊലിപ്പിച്ച് മാഷെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്.
എന്തായാലും എല്ലാവിധ ആശംസകളും. സന്തോഷം. നല്ല രീതിയിൽ എന്തായാലും നിങ്ങളുടെ ഈ മാധ്യമത്തിനും എൻ്റെ വകയായിട്ടുള്ള ആശംസ. തുടർന്ന് അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ നിങ്ങളുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ആശംസകൾ നേരെയാണ് കേട്ടോ. സന്തോഷം.